ആറി പറയാണ്, കർത്താവിന്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. തക്ക സമയത്ത് അവിടെ നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടത്തേക്ക് ഏൽപ്പിക്കുവിൻ. അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്ന് ദൈവം വെറുതെ പറഞ്ഞതല്ല ഈ വാക്ക്. വീണ്ടും പറയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകൊണ്ട് നിന്നെ ഞാൻ താങ്ങി നിർത്തുമെന്ന് യെശയ്യാ 41:10 പറഞ്ഞ വാക്ക്. ഇത് എന്നോട് തന്നെയല്ല പറഞ്ഞിട്ടുള്ളത്, ലോകം മുഴുവനുള്ള സകല മക്കൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ദൂതാണിത്. ദൂത്. പ്രിയപ്പെട്ടവരെ, മരിച്ച ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ ലാസറിന്റെ സഹോദരിമാര് യേശുവിനെ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു. 4 ദിവസമായി ലാസർ മരിച്ചിട്ട് യേശു വന്ന സഹോദരിമാരുടെ അടുത്ത് വന്നപ്പോൾ സഹോദരിമാർ പറഞ്ഞത് ഇങ്ങനെയാണ്, കർത്താവേ, ലാസർ മരിച്ചിട്ട് 4-ാം ദിവസമാണിത്, വലിയ ദുർഗന്ധം ഭവിക്കും. കർത്താവ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ദൈവമഹത്വം കാണാൻ സാധിക്കും. വിശ്വസിച്ചാൽ. ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇതാരെല്ലാം വിശ്വസിക്കുന്നുണ്ടോ അവർക്കെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹപ്പാടിലൂടെയാണ് നീ കടന്നു പോകുന്നത്. ദൈവം പറയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലതു കൈകൊണ്ട് നിന്നെ ഞാൻ താങ്ങി നിർത്തുമെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കരം ഒരിക്കലും കുറുകിയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവന്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. എന്നാൽ എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കാതെ പോകുന്നത്? ചില കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് നടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അവിടെ ഇങ്ങനെ പറയാണ്, യെശയ്യാ 59:1 പറയുന്നത്, കേൾക്കാനാവാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല, രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. എന്നാൽ എന്നെയും നിങ്ങളെയും അകറ്റിയിരിക്കുന്നത് നമ്മുടെ പാപങ്ങളാണ്, നിന്റെ പാപങ്ങളാണെന്ന് ദൈവം പറയുകയാണ്. നമ്മുടെ പാപങ്ങളാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കാതെ പോകുന്നത്.